ഭിന്നശേഷിക്കാരുടെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ KCF ചാരിറ്റി ഫൗണ്ടേഷൻ 1ാം വാർഷികവും ഭിന്നശേഷി സൗഹൃദ വിശാല മഹാസംഗമവും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിൽ നടന്നു. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നായി 600ഓളം പേർ സംഗമത്തിൽ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരുടെ ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന കലാപരിപാടികൾ വേറിട്ട കാഴ്ചയായി. സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. KCF ചാരിറ്റി ഫൗണ്ടേഷൻ കൺവീനർ സേതാലിക്കുട്ടി PC അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ അബ്ദുൾ റസാഖ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാ പാർട്ടിക്കാരുമുള്ള ഒരു സംഘടനയാണ്. പൊതു സമൂഹത്തിന്റെ നന്മയും മനുഷ്യനെ സാംസ്കാരികമായും സാമൂഹികമായും പ്രാപ്തനാക്കാനും അവനെ സ്വയം പര്യാപ്തനാക്കാനും ഒരു മാനസിക ഉല്ലാസം നൽകാനും അതോടൊപ്പം അവനൊരു സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സാഹചര്യം ഒരുക്കാനുമാണ് നമ്മൾ ഈ പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത്. ഒരു വർഷം കൊണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിലും അതുപോലെ കോഴിക്കോട് ജില്ലയിലും വേരോടി കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ധാരാളം പേര് നമ്മുടെ പരിപാടികൾക്ക് പങ്കെടുക്കുവാൻ വന്നിട്ടുണ്ട്. ഈ ഒരു വർഷത്തിനുള്ളിൽ 24 പരിപാടികൾ നമ്മൾ നടത്തി. 25ാമത്തെ പരിപാടിയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. റംസാൻ മാസത്തിൽ നമുക്ക് കുറെ കിറ്റുകൾ കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ഗവൺമെന്റിന്റെ അത്യുന്നതങ്ങളിലുള്ള നമ്മുടെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ അടക്കം നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട്. അതുപോലെ ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കളായ സംഘടനയായ പതാകയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട്. അങ്ങനെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സാംസ്കാരിക നായകന്മാരുണ്ട്, പ്രിയപ്പെട്ട കവികളുണ്ട്, അതുപോലെ മാപ്പിള കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇനി മറ്റേതെല്ലാം കലയുണ്ടോ ആ കലയിലെല്ലാം അഭ്യസ്തര വിദ്യരായാലും പ്രാവീണ്യം നേടി. ചടങ്ങിൽ വെച്ച് ഷുക്കൂർ പത്തനംതിട്ടയുടെ ഇരകൾ ഗർജിക്കുമ്പോൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ ബാബുരാജ്, സിദ്ദീഖ് ഹസൻ കൂറ്റൻപാറ, ഹാജി മുഹമ്മദ് പേരൂർ, ശിഹാബ് കീഴ്ശേരി, അലി പുത്തൻപള്ളി, അസീസ് മഞ്ചേരി, ബാബു തേഞ്ഞിപ്പലം, സുബേർ കൽപ്പകഞ്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. മുസ്തഫ വേങ്ങര സ്വാഗതവും സജിത് കാരക്കുളം നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എയർ 1.